നമസ്കാരം. അങ്ങനെ ഞങ്ങൾ മാർത്താണ്ഡം സൈറ്റിലെത്തി കേട്ടോ. ഇതാ കാണുന്നതാണ് നമ്മുടെ സൈറ്റ്. ലിന്ത് ബീം കഴിഞ്ഞ് ഡാം പ്രൂഫ് ചെയ്ത് ഒരു കോട്ട് ഡാം പ്രൂഫ് ചെയ്ത് ഇനി ഫില്ലിങ് കഴിഞ്ഞിട്ട് വീണ്ടും അഗൈൻ ഡാം പ്രൂഫ് ചെയ്യും. എന്നിട്ട് ബ്രിക്ക് വർക്ക് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. ജിതിൻ, നമുക്ക് ഈ വീട് എത്ര സ്ക്വയർ ഫീറ്റ് അത് ഏകദേശം വരുന്നത്? 5300 സ്ക്വയർ ഫീറ്റ് ആണ്. 5300 സ്ക്വയർ ഫീറ്റ് ആണ് ഈ വീട് വരുന്നത്. ഒരു ലക്ഷറി സെഗ്മെന്റിലാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. ഡോക്ടർ സുജയ് എൻ്റെ ഫാമിലിക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. എന്താണ് ഇതിൻ്റെ ഫീച്ചേഴ്സ് ഒന്ന് നമുക്കിതിൻ്റെ ഡിസൈൻ കോൺസെപ്റ്റിൽ ഭയങ്കരമായിട്ട് അന്വേഷിക്കുന്ന ആളുകളുണ്ട്. അവർക്ക് കുറച്ചും കൂടി ഗുണം ചെയ്യുന്ന ഒരു പ്രോജക്റ്റാണ്. എന്താ വെച്ചാൽ കുറച്ചും കൂടി ഒരു ലക്ഷറി സെഗ്മെന്റ് ആണ്, കുറച്ചും കൂടി സ്പേഷ്യസ് ആയിട്ട് വേണം എന്നുള്ള ഒരു കൺസെപ്റ്റ് ഉണ്ടായിരുന്നു അവർക്ക്. അപ്പോൾ എല്ലാം കുറച്ച് ലാർജ് സ്പേസസ് ആണ്. പിന്നെ റിക്വയർമെന്റ് വൈസും കുറച്ച് അധികം റിക്വയർമെന്റ്സ് ഉണ്ട്. അങ്ങനെയാണ് ഈ ഒരു 5300 സ്ക്വയർ ഫീറ്റ് എന്നുള്ള ഒരു റേഞ്ചിലേക്ക് എത്തിയത്. ഓക്കെ, ഇതില് ബെഡ്റൂം 4 ബെഡ്റൂം ആണല്ലോ സാധാരണ. ഇപ്പോൾ 4 ബെഡ്റൂം 2500 സ്ക്വയർ ഫീറ്റ് ഒക്കെ തൊട്ട് ആളുകൾ ചെയ്യുന്നുണ്ട്. ഈവൻ 2000 സ്ക്വയർ ഫീറ്റിലും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ ബെഡ്റൂം സൈസ് ഒക്കെ എത്രയാണ് നോർമലി കൊടുത്തിട്ടുള്ളത്? ബെഡ്റൂം സൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 400 above ആണ്. 408/444. അതായത് വാസ്തു ഫോളോ ചെയ്തിട്ടുള്ള കുറച്ച് സൈസുകളാണ് പോയിട്ടുള്ളത്. അപ്പോൾ എന്നാലും അത്യാവശ്യം സ്പേഷ്യസ് ആണ്. അതെ അതെ, ബെഡ്റൂം തന്നെ സ്പേഷ്യസ് ആണ്. പിന്നെ അതിൽ കൂടാണ്ട് നമുക്ക് ഇതിൽ വാക്കിംഗ് വാർഡ്രോബിന്റെ സ്പേസ് ഉണ്ട്. അപ്പോൾ അതും കുറച്ച് സ്പേസ് കൺസ്യൂം ചെയ്യുന്നുണ്ട്. ഓക്കെ, അങ്ങനെയാണ് കുറച്ച് ഏരിയ കൂടിയിട്ടുള്ളതൊക്കെ. കിച്ചൺ എങ്ങനെയാണ്? കിച്ചന്റെ കോൺസെപ്റ്റ്? കിച്ചൺ ഓപ്പൺ കിച്ചൺ കോൺസെപ്റ്റ് ഉണ്ട്. പിന്നെ ഒരു ചെറിയ യൂട്ടിലിറ്റി ഉണ്ട്. അങ്ങനത്തെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ, അങ്ങനത്തെ ഒരു ഏരിയ ആണ്. കിച്ചണിൽ അധികം ഏരിയ പോയിട്ടുള്ളത്. ബാക്കി കോമൺ ഏരിയാസിലും കോമൺ ഏരിയയിൽ പറയാവുന്ന നമുക്ക് സ്പെസിഫിക് ആയിട്ട് പറയാവുന്ന എന്തൊക്കെയാണ്? ഇപ്പോൾ ഡൈനിങ് ഏരിയ അത്യാവശ്യം ലാർജ് ആണ്. കാരണം ഡൈനിങ് ഏരിയ എന്നാണ് എല്ലാ കണക്ഷൻസും പോയിട്ടുള്ളത്. അപ്പോൾ ഡൈനിങ് ഏരിയ ഒരു കൺജഷൻ ഫീൽ ചെയ്യരുത് എന്നുള്ളതിൽ ഡൈനിങ് ഏരിയ അത്യാവശ്യം ലാർജ് ആയിട്ട്. ഡൈനിങ് ഏരിയ അപ്പോൾ നമ്മൾ അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ പ്ലസ് ഒരു സർക്കുലേഷൻ ഏരിയ ആയിട്ട് ഡൈനിങ്ങിന്റെ അറൗണ്ട് കുറെ സർക്കുലേഷൻ സ്പേസുകൾ, സ്റ്റെയർ വന്നിരിക്കുന്നു, ലിഫ്റ്റ് ഏരിയ വന്നിരിക്കുന്നതൊക്കെ ഡൈനിങ്ങിൽ നിന്നാണ് ലിഫ്റ്റ് ഏരിയ. പിന്നെ നമുക്ക് ഫോർമൽ ലിവിംഗ്, ഫാമിലി ലിവിംഗ്, 2 സെപ്പറേറ്റ് ലിവിംഗ് സ്പേസ് ഉണ്ട്. 2 സെപ്പറേറ്റ് ലിവിംഗ് ആയിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവർ രണ്ടുപേരും ഡോക്ടേഴ്സ് ആണ്. അപ്പോൾ ഇവർക്ക് ഒരു ഓഫീസ് സ്പേസ് പോലെ ഉള്ളിൽ കൊടുക്കുന്നുണ്ട്. കൺസൾട്ടേഷൻ സ്പേസ് അല്ല, കൺസൾട്ടേഷൻ നമ്മൾ ഔട്ട്ഡോഴ്സ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. കുറെ പുറത്ത് വേറെ കൊടുക്കുന്നുണ്ട്. ഈ സ്ക്വയർ ഫീറ്റിൽ ഇൻക്ലൂഡഡ് അല്ല. ജസ്റ്റ് അവർക്ക് ഒരു വർക്കിംഗ് സ്പേസ് പോലെ ഓഫീസ് സ്പേസ് വീടിനകത്ത് തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ അത് ഓഫീസ് സ്പേസ് കണക്ട് ചെയ്യുന്നതും പാഷ്യോ അങ്ങനത്തെ ഒരു വ്യൂ ഉള്ള സൈഡിലേക്ക് വേണം എന്നുള്ളൊരു നിർബന്ധം ഉണ്ടായിരുന്നു. ഫുള്ളി ഒരു ഗ്ലാസ് ഏരിയ പോലെ വേണം എന്നൊക്കെ ഉണ്ടായിരുന്നു. ഈ നോർത്ത് സൈഡ് കുറച്ചും കൂടി വാസ്തു ഓറിയന്റഡ് ആയിട്ട് പോയിട്ടുള്ള പ്ലാനാണ്. അപ്പോൾ അധികം കട്ടിങ്സ് ഒന്നും ഇല്ല. ഔട്ടർ കറക്റ്റ് സ്ക്വയർ ആണ് പ്ലാൻ വന്നിട്ടുള്ളത്. പിന്നെ വന്നിട്ടുള്ള ഓരോ എലമെന്റ്സും പ്ലേസ് ചെയ്തിട്ടുള്ളത് അങ്ങനെയാണ്. ഈ നോർത്ത് സൈഡിൽ നമ്മളൊരു വാട്ടർ എലമെന്റും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പ്ലേസ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്, ലാൻഡ്സ്കേപ്പിലും കാര്യങ്ങളിലൊക്കെ. അപ്പോൾ അതിലേക്ക് ഫേസ് ചെയ്യുന്ന പോലെയാണ് പാഷ്യോ വെച്ചിരിക്കുന്നതായാലും നമ്മുടെ ഓഫീസ് സ്പേസ് വെച്ചിരിക്കുന്നതായാലും അതിനോടുള്ള ഒരു ലുക്കിന് ഔട്ട്ലുക്ക് അതിലേക്ക് പോകാനുള്ള ഒരു സ്പേസ് പോലെയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമുക്ക് ഇതിൽ പറയാവുന്ന ഫീച്ചേഴ്സ് ഏതൊക്കെയാണ്? ശരിക്കും 2 നിലയാണല്ലോ. ഇതിന്റെ ഡിസൈൻ ഏത് കോൺസെപ്റ്റിലാണ് ചെയ്തിട്ടുള്ളത്? ഡിസൈൻ പോയിരിക്കുന്ന ഒരു ട്രോപ്പിക്കൽ സ്റ്റൈലിലാണ് പോയിട്ടുള്ളത്. ഇതിലെന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സ്ക്വയർ ടൈപ്പ് ആണ്. അപ്പോൾ നമുക്ക് ഈ പ്രൊജക്ഷൻസ് ഒക്കെ വളരെ കുറവാണ്. ഈ ട്രോപ്പിക്കൽ ചെയ്യാൻ ഇത്തിരി ബുദ്ധിമുട്ടുകളുണ്ട്. സാധാരണ നമ്മളിപ്പോ ഈ 2, അതായത് വാസ്തു കംപ്ലൈൻസും അതുപോലെ തന്നെ ഡിസൈൻ കോൺസെപ്റ്റും വരുമ്പോൾ അത് മിക്സ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ട്. അന്നേരം നമുക്ക് ഡിസൈൻ കോൺസെപ്റ്റിന് വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്രൗണ്ട് നമ്മൾ സ്ക്വയർ ആയിട്ട് ചെയ്തെങ്കിലും മേലെ നമ്മൾ കുറച്ച് കാൻഡിലിവർ പോർഷൻസ്. അപ്പോൾ മേലെ നമുക്ക് ആ ട്രോപ്പിക്കലിന്റെ ശരിക്കും ഒരു ഡിസൈൻ കിട്ടാവുന്ന രീതിയിലും നമുക്ക് സ്ലോപ്സ് ഒക്കെ ഒരു സെപ്പറേറ്റ് സ്ലോപ്സ് ഒക്കെ കൊടുക്കണമെങ്കിൽ അപ്പോൾ ഡിഫറെന്റ് ലെവൽസ്, ഹൈറ്റ് ഡിഫറെന്റ് ലെവലിൽ ട്രൈ ചെയ്തിട്ടുണ്ട്. പിന്നെ പ്രൊജക്ഷൻസ് ട്രൈ ചെയ്തിട്ടുണ്ട്. അങ്ങനെയൊക്കെയാണ് അതിന്റെ ആ ഒരു ട്രോപ്പിക്കൽ സ്റ്റൈലിലേക്ക് അത് കൊണ്ടുവന്നത്. അൾട്ടിമേറ്റ്ലി ഒരു ട്രോപ്പിക്കൽ ലൈനിലേക്ക് ആയിട്ടുണ്ട്. മേലെ ആയാലും റിക്വയർമെന്റ്സിലും കുറച്ച് മാറ്റങ്ങളുണ്ട്. നമുക്ക് ഹോം തിയേറ്റർ അങ്ങനത്തെ കോൺസെപ്റ്റും കൂടി ഹോം തിയേറ്റർ, അങ്ങനെ ബാർ കൗണ്ടർ സ്പേസ്, അങ്ങനത്തെ സ്പേസുകളൊക്കെയാണ്.